I am gynecographer, a gynecologist whose hobby is wildlife photography. പക്ഷേ ഇത് എൻ്റെ കഥയല്ല. ദിസ് ഇസ് ദ സ്റ്റോറി of a once pristine habitat in the Western Ghats, which was covered in thick evergreen forests and shola grasslands and teeming with wildlife. പശ്ചിമഘട്ട മലനിരകളെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാക്കിയ എല്ലാ പക്ഷിമൃഗാദികളും ഒരിക്കൽ വാണിരുന്ന, എന്നാൽ ഇന്ന് റിസോർട്ടുകളാൽ മൂടപ്പെട്ട ഒരു നാടിൻ്റെ കഥയാണ് ദിസ് ഇസ് ദ സ്റ്റോറി ഓഫ് കക്കാടംപൊയിൽ. ഏകദേശം 3 കൊല്ലം മുന്നേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോട്ട് ഗൈനക്കോളജി PG ഡിഗ്രി എടുക്കാൻ വന്ന ഞാൻ അപ്രതീക്ഷിതമായാണ് കക്കാടംപൊയിലെത്തുന്നത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയും ബേർഡിങ്ങും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത എനിക്ക് അന്ന് എല്ലാ പക്ഷിയും ഒരു കൗതുകമായിരുന്നു. So I frequented this place on my weekends, on my holidays, taking leaves out of my hectic schedule. പക്ഷേ ഓരോ വട്ടം പോകുമ്പോഴും കക്കാടംപൊയിൽ എന്നെ ഞെട്ടിച്ചുകൊണ്ടിരുന്നു. എവറി ടൈം വാസ് ലൈക്ക് ദ ഫസ്റ്റ് ടൈം. എപ്പോഴും ഏതെങ്കിലും ഒരു പുതിയ ബേർഡിനെയോ പുതിയൊരു സ്പീഷീസിനെയോ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. എത്ര പേര് ഇതുപോലൊരു ഫ്ലെയിം ത്രോട്ടർ ബുൾബുൾ കുളിക്കുന്നത് കണ്ടിട്ടുണ്ട്? വർഷം മുഴുവനും ഉണങ്ങാതെ നിൽക്കുന്ന ഈ ഫ്ലെയിം ഓഫ് ഫോറസ്റ്റ് മരത്തിനെ കണ്ടിട്ടുണ്ട്? മലബാർ ഡ്രാഗൺ എന്ന തീക്കാക്കയും ഇവിടെ കുറേ വട്ടം കാണാനിടയുണ്ടായി. 10,000 വർഷങ്ങൾ കൊണ്ടായിരിക്കണം ഈ തീക്കാക്ക ആണുങ്ങൾ ഇതുപോലെ ചുവപ്പ് നിറവും പെണ്ണുങ്ങൾ ഇതുപോലെ ബ്രൗൺ നിറവുമായി മാറിയത്. പിന്നെ പതുക്കെ അവിടെ ഒളിഞ്ഞിരുന്ന വേറൊരു സീക്രട്ട് ഞങ്ങൾ കണ്ടെത്തി. സ്നേക്സ്, അതെ, പാമ്പുകൾ. പലതരം റെപ്റ്റൈൽസ്. മോർ ദാൻ 20 ഡിഫറെൻറ്റ് കളേഴ്സിൽ കാണുന്ന ഈ മലബാർ പിറ്റ് വൈപ്പറും ഈ ഏഷ്യൻ ഗ്രീൻ വൈൻ സ്നേക്ക് എന്ന് പറയുന്ന പച്ചിലപ്പാമ്പും കക്കാടംപൊയിലിൻ്റെ ബ്യൂട്ടി 10 മടങ്ങ് എൻ്റെ മനസ്സിൽ വർദ്ധിപ്പിച്ചു. 2 ആഴ്ചത്തോളം ഒരേ പൊസിഷനിലിരിക്കുന്ന 20 നിറത്തിൽ അധികം കാണുന്ന ചോലമണ്ഡലി തന്നെയാവാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള പാമ്പ്. കേരളത്തിൽ 100-ലധികം തരം സ്പീഷീസ് പാമ്പുകളുണ്ടെങ്കിലും അതിൽ വളരെ കുറച്ച് 5-6 മാത്രമാണ് കഠിനമായ വിഷമുള്ളവ. പാമ്പുകൾക്ക് ഇത്രയും അഴകുണ്ടെന്ന് പഠിപ്പിച്ചു തന്നതും എന്നെ കക്കാടംപൊയിലായിരുന്നു. ഈ ഗ്രാസ് ലാൻഡ്സിൽ കാണുന്ന ഭയങ്കര ബ്യൂട്ടിഫുള്ളും റയറുമായ ഗോൾഡൻ ഹെഡഡ് സിസ്റ്റിക്കോള എന്ന് പറഞ്ഞ നെൽപൊട്ടൻ എന്ന് പറഞ്ഞ പക്ഷിയാണ്. ഇവയ്ക്ക് മഴക്കാലത്താണ് ബ്രീഡിങ് സീസൺ. ആ സമയത്ത് തന്നെയാണ് ഇവർക്ക് ഈ ഗോൾഡൻ ഹെഡും ഈ പ്ലൂമേജും വരുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആൻഡ് സൂത്തിങ് ആണെന്നറിയുക ഇവരുടെ ഈ സൗണ്ട്. പല തരം ബേർഡ്സിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഗോൾഡൻ ഹെഡ് സിസ്റ്റിക്കോള എന്ന് പറയുന്ന ചെറിയ ബേർഡിനെ കാണാൻ പോയി ഫോട്ടോ എടുക്കാൻ അതിന് വേറെ തന്നെ ഒരു ഭംഗിയാണ്. പക്ഷേ ടൈംസ് ആർ ചേഞ്ചിങ്. ഞാൻ 3 കൊല്ലം മുമ്പ് ആദ്യമായി വന്നപ്പോൾ കണ്ട കക്കാടംപൊയിൽ അല്ല ഇപ്പോൾ. ദിസ് നൗ ഈസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. എന്തുകൊണ്ട് മനുഷ്യ വന്യജീവി സംഘർഷമുണ്ടാകുന്നു? ഈ 3 കൊല്ലത്തിൽ തന്നെ കക്കാടംപൊയിലിന് വലിയ മാറ്റങ്ങളാണ് വന്നത്. കാടൊക്കെ തകർത്തി കുറേ റോഡുകൾ പണിതു, 100-ൽ പരം റിസോർട്ടുകൾ വന്നു. മൊത്തത്തിൽ കക്കാടംപൊയിലിൻ്റെ മുഖമേ മാറി. ഗൂഗിൾ സാറ്റലൈറ്റ് ഇമേജസ് നോക്കിയാൽ മാറുന്ന ലാൻഡ്സ്കേപ്പുകൾ നമുക്ക് കൃത്യമായി കാണാൻ പറ്റും. 1995 തൊട്ട് 2025 വരെ 30 ഇയേഴ്സിൽ കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പ് ഓഫ് കക്കാടംപൊയിൽ ഹാസ് ചേഞ്ച്ഡ്. 100 കണക്കിന് വർഷങ്ങളായി ആനകൾ ഉപയോഗിച്ചിരുന്ന ആനത്താര നടുവിൽ ഇപ്പോൾ റോഡുകളാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ പക്ഷികളും മൃഗങ്ങളും ആനകളും ഒക്കെ എവിടെ പോകും? വേർ വിൽ ദേ ഗോ ഇഫ് യു ഓക്യുപൈ ദെയർ ലാൻഡ്? ഈ ഭൂമി മൊത്തം മനുഷ്യരുടേത് മാത്രമാണോ? നമ്മൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്യൂച്ചർ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ.